ൻ്റെ കാര്യത്തിൽ ആശങ്ക ഉള്ള ഒരാളാണ് ഞാൻ. മാത്രമല്ല ഇന്നിപ്പോൾ കോടതി പൂർണ്ണമായും ഇലക്ഷൻ കമ്മീഷനെ അങ്ങ് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇത് ഒരു കാരണവശാലും അപകടകരമായിട്ടുള്ള ഒന്നല്ല എന്നും ഇത് വളരെ സുതാര്യമാണ് എന്നും കോടതിക്ക് മുമ്പാകെ പറയുകയും കോടതി അത് പൂർണ്ണമായും അങ്ങ് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് നടത്തിയിരിക്കുന്നത്. നോക്കൂ, ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല, ലോകത്തെവിടെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുൻനിര രാഷ്ട്രങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പല രാജ്യങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രിട്ടൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാത്തൊരു രാജ്യമാണ്. ജപ്പാനാണല്ലോ ഈ സാങ്കേതിക വിദ്യയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം. എന്നിട്ടുകൂടിയും അവർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നില്ല. അമേരിക്ക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പക്ഷേ നിങ്ങൾക്ക് പേപ്പർ ബാലറ്റ് ഉപയോഗിക്കാനുള്ള അവസരമുണ്ട്. കൂടുതൽ ആളുകളും പേപ്പർ ബാലറ്റാണ് ഉപയോഗിക്കുന്നത്. കാനഡയാണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഒക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന, ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന രാഷ്ട്രങ്ങളാണ്. എന്ന് മാത്രവുമല്ല, 2009 ജർമ്മനിയിൽ ഈ EVM-ആയിട്ട് ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളുണ്ടായപ്പോൾ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം പരിശോധിക്കുന്ന ഒരു കോർട്ടാണത്. ആ കോർട്ട് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് വോട്ടിംഗ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് പറഞ്ഞത്. 2009 ജർമ്മനിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിൻ്റെ ഒരു വിധിയാണ്. ആ അർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങളിലെ ജനങ്ങൾക്ക് തന്നെ, വിവിധ മുന്നോക്ക രാഷ്ട്രങ്ങളിലെ ജനങ്ങൾക്ക് തന്നെ EVM-നെ സംബന്ധിച്ചുള്ള ആശങ്കകളുള്ളതുകൊണ്ട് അവരതിലേക്ക് പോകുന്നില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ EVM വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. എന്നാൽ പോലും ഒരു വോട്ടർക്ക് ഇതേ സംബന്ധിച്ച് ആശങ്കയുണ്ടെങ്കിൽ, അതാണല്ലോ ഈ ജനാധിപത്യത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, 3 കാര്യങ്ങളാണ് ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന പ്രമാണമായി പറയുക. 1, ഞാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയണം. 2, ഞാൻ വോട്ട് ചെയ്തത് തന്നെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടണം. 3, ആ രേഖപ്പെടുത്തപ്പെടുന്നത് തന്നെ കൗണ്ട് ചെയ്യപ്പെടണം. ഇതാണ് അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അതിന് ഇൻറ്റൻറ്റ് എന്താണ് പറയുന്നത്, ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഞാൻ വോട്ട് ചെയ്യുന്നു, അത് അതേപോലെ തന്നെ രേഖപ്പെടുത്തപ്പെടുന്നു, ആ രേഖപ്പെടുത്തപ്പെട്ടത് തന്നെ കൗണ്ട് ചെയ്യപ്പെടുന്നു. ഇതാണല്ലോ മെക്കാനിസം, അതാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുഴപ്പവും സംഭവിക്കാത്തൊരു സംവിധാനമല്ല. അങ്ങനെ വളരെ സേക്രഡ് ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല. ഇപ്പോൾ പെഗാസസ് ആണല്ലോ നമ്മുടെ രാജ്യത്ത് വലിയ വിവാദമുണ്ടാക്കിയ ഒരു സ്പൈവയറാണ്. ഈ പെഗാസസിനെയൊക്കെ എനിക്കിപ്പോൾ സ്മൃതിയുടെയോ സുജയുടെയോ ഫോണിലേക്ക് നിസാരമായി ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. വളരെ സിമ്പിളാണത്. ഇപ്പം നമ്മളുടെ ഈ അക്കൗണ്ടുകൾ നമ്മൾ എല്ലാ ദിവസവും പത്രം വായിക്കുമ്പോഴത്തേക്കും എത്ര ആളുകളുടെ അക്കൗണ്ടുകളിൽ നിന്നാണ് പൈസ അടിച്ചു മാറ്റുന്നത്, ഓൺലൈൻ തട്ടിപ്പുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്തൊരു സംവിധാനമാണ് എന്ന് പറയേണ്ടതേ ഇല്ല. സ്പൈവെയറൊക്കെ ഒരുപാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസൊക്കെ നടക്കാം. എന്ന് മാത്രമല്ല, ഈ പറയുന്ന കോടതി തന്നെ പറഞ്ഞിട്ടുള്ള വിചിത്രമായ ഒരു കണ്ടെത്തലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് മെഷീന് തെറ്റുപറ്റില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ മാൽ പ്രാക്ടീസ് സാധ്യമാണെന്ന് പറയുന്നുണ്ട്. ഹ്യൂമൻലി ആയിട്ടുള്ള മാൽ പ്രാക്ടീസ് സാധ്യമാണ്. അങ്ങനെ സംഭവിക്കാതിരുന്നാൽ അബ്സല്യൂട്ട് റിസൾട്ട് ഈ മെഷീൻ കൊണ്ടുവരും. ഇവിടെയാണ് പ്രശ്നം. ഹ്യൂമൻലി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ ഇതെല്ലാം വൃത്തിയായി നടക്കുമെന്ന് നമുക്കങ്ങ് പ്രതീക്ഷിക്കാം, അങ്ങനെ വിശ്വസിച്ചിരിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ആശങ്കയ്ക്ക് ഒരു ഇടവുമില്ല, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഇന്ത്യയിൽ എന്താ അവസ്ഥയെന്നറിയാമോ? പ്രതിപക്ഷ എംപിമാരെ കൂട്ടത്തോടെ പുറത്താക്കുക, പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ പിടിച്ച് ഇലക്ഷൻ്റെ സമയത്ത് ജയിലിലിടുക, പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൗണ്ട് മരവിപ്പിക്കുക, പ്രതിപക്ഷ പാർട്ടികളെ ഭിന്നിപ്പിച്ച് സർക്കാരുകൾ ഉണ്ടാക്കുക, അധികാരം പിടിച്ചെടുക്കുക. അതായത് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട്, ആ വിധി അട്ടിമറിച്ചു. ഇപ്പോൾ മധ്യപ്രദേശിൽ എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം സർക്കാർ ഉണ്ടാക്കിയത്? നേരെ മാധവദാസ് മറ്റേ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യയെ പിടിച്ച് ഇപ്പുറത്തോട്ടിട്ടല്ലേ സർക്കാർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ജനവിധികളെ അട്ടിമറിക്കുക, പ്രതിപക്ഷത്തുള്ള നേതാക്കളെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും തങ്ങളുടെ വശത്താക്കുക, ആരാധനാലയങ്ങൾ തകർക്കുക, ഭൂരിപക്ഷ മതവിശ്വാസത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ഇങ്ങനെ എല്ലാ തരത്തിലും ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ താഴെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് ഒരാൾക്കൊരു സംശയമുണ്ടായാലും ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഈ ബോറിസ് ജോൺസൺ എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനിലൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രാജിവെച്ചു. എന്താ കാര്യം എന്നറിയാമോ? ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ആ ലോക്ക്ഡൗണിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ പാർട്ടി നടത്തി. ഒരു ജനാധിപത്യത്തിൻ്റെ ഔന്നത്യമാണ്. ഇതറിഞ്ഞ ഉടനെ തന്നെ ജനങ്ങൾ പ്രശ്നമുണ്ടാക്കുകയും ആ സമയം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരികയും ചെയ്തു. അതാണ് ഈ ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രങ്ങളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ മോണിക്ക ലെവിൻസ്കി ഒരു ആരോപണം ഉന്നയിച്ചു. ബിൽ ക്ലിൻ്റൺ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഇല്ലാതായി, പിന്നെ അയാൾക്ക് പരസ്യമായി ഒന്ന് മാപ്പ് പറഞ്ഞിട്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ വലിയ ജനാധിപത്യ മൂല്യമുള്ള സൊസൈറ്റിയിൽ EVM-നെ കുറിച്ചൊന്നും ഒരു ടെൻഷൻ വേണ്ട. രാജ്യങ്ങൾ പോലും EVM-നെ പിന്തുണയ്ക്കുന്നില്ല. ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്നത് മഷിയിട്ട് നോക്കാൻ കഴിയാത്തൊരു
മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇതിനെയൊക്കെ ആരെങ്കിലും അവിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. സുപ്രീം കോടതി ഇന്ന് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങ് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് സുപ്രീം കോടതി പിന്നെ അവരുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടത്. അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന മുഴുവൻ വിഴുങ്ങേണ്ട ഒരു സ്ഥലമല്ല സുപ്രീം കോടതി എന്നാണ് ഇക്കാര്യത്തിലുള്ള എൻ്റെ നിലപാട്. Meet the editors.